ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നാളെ ട്രേഡ് ചെയ്യാനുള്ള കുറച്ച് നല്ല സ്റ്റോക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റിയ നമുക്ക് ആദ്യം ആ സ്റ്റോക്സുകളുടെ പെർഫോമൻസ് നോക്കാം. അതിനുശേഷം നാളത്തെ ട്രേഡിങ്ങിനുള്ള നല്ല സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നത്. അല്ലെങ്കിൽ റെപ്കോ ഹോമാണ് ആദ്യം തന്നത്. പക്ഷെ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആ ലെവൽസിന് താഴെയാണ് ട്രേഡ് ഇടുന്നത്. രണ്ടാമത്തെ സ്റ്റോക്സ് ബാജിൽ പ്രൊജക്ട്സ് ആയിരുന്നു. ബാജിൽ പ്രൊജക്ട്സ് നമ്മൾ ലെവൽസ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാൻഡിലാണ് 9.15 ക്യാൻഡിൽ നമ്മൾ ലെവൽസ് ടച്ച് ചെയ്ത് താഴേക്കാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കും വലിയൊരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം 2% കൂടുതലുണ്ട് ആ ഒരു ബ്രേക്കൗട്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ക്യാൻഡിലൊക്കെ വരാണെങ്കിൽ നമ്മളൊന്ന് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ഇവിടെ റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് ബ്രേക്കൗട്ട് ചെയ്ത് കയറി. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു റിജക്ഷനാണ് വന്നത്. നമ്മുടെ 198.50 അവർ റെസിസ്റ്റൻസ് ആണ്. ഓൾമോസ്റ്റ് ആ റെസിസ്റ്റൻസ് എടുത്ത് പോയിട്ട് ഒരു റിജക്ഷനാണ് വന്നത്. ശരിക്കും ഞാൻ അപ്പോൾ ഒരു സെല്ലാണ്. പക്ഷേ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ക്യാൻഡിൽ എപ്പോഴാണ് റെഡ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസ് താഴെ ക്ലോസ് ചെയ്യുന്നത് അപ്പോഴാണ് സെല്ല് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സെല്ല് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് സെല്ല് വന്നിട്ടുണ്ട്. അത് ഏകദേശം 1% താഴേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, അതിനുശേഷം തിരിച്ച് കയറുക ചെയ്തത്. പക്ഷേ ഏകദേശം 1% താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് SFL ആണ്. ഇപ്പോൾ SFL നമുക്കിന്നൊരു എൻട്രി കിട്ടിയിട്ടില്ല. ക്ലോസിങ് ടൈമിലാണ് അത് നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എൻട്രി ഇല്ല. അപ്പോൾ മോർണിംഗിൽ ടച്ച് ചെയ്യാണ്ട് കയറിപ്പോയി. പിന്നെ അടുത്ത് ഗ്രീൻ ലാം ആണ്. ഇപ്പോൾ ഗ്രീൻ ലാം കൂടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് കയറി എക്സാക്റ്റ് നമ്മുടെ 252.70 ലെവലിൽ ടച്ച് ചെയ്തു. റിജക്ഷൻ വന്നു, സെൽ ക്യാൻഡിൽ വന്നു. കണ്ടോ, ആ ഒരു ലെവലിൽ നിന്ന് സെല്ലെടുത്തതിന് തന്നെ മാർക്കറ്റ് നമുക്ക് 1.5% മുകളിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറി അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി. കണ്ടോ, വീണ്ടും ഒരു സെല്ല് വന്നു. അതും ഏകദേശം 2.5%-2.5% താഴേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ലെവൽസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മാത്രമാണ് ബൈ വരുന്നുള്ളൂ. അതല്ലെങ്കിൽ താഴെ ക്ലോസ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലാണ്. അപ്പോൾ ഇവിടെ വളരെ താഴെയാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് മെട്രോപോളിക്സ് ആണ്. അപ്പോൾ മെട്രോപോളിക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ നമ്മുടെ 577 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്ന് റിജക്ഷൻ വന്നു. അടുത്ത ക്യാൻഡിൽ ഒരു സെല്ല് വന്നു. കണ്ടോ, അവിടെ നിന്ന് മാർക്കറ്റ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നു. 1.5% താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സപ്പോർട്ട് എടുത്തു, ഗ്രീൻ ക്യാൻഡിൽ വന്നു, അടുത്തും ഗ്രീൻ ക്യാൻഡിൽ വന്നു. ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് അവിടെ നിന്നും ഏകദേശം 1% മുകളിൽ മാർക്കറ്റ് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വീണ്ടും സെല്ല് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അടുത്തത് ഇതേപോലെ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ എക്സിറ്റ് ചെയ്ത് സെല്ലിലേക്ക് പോകാം. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം 1-2 ട്രേഡ് നോക്കിയാൽ മതി ഒരു സ്റ്റോക്കിൽ. കണ്ടോ, ഇതും 1.5% മുകളിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ EID പാരിയാണ് അടുത്തത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. അതിനുശേഷം ഇവിടെ നമുക്കൊരു ബൈ സെക്കൻഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ലെവൽ ടച്ച് ചെയ്തു, നല്ല രീതിയിൽ ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളൊരു ബൈ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബൈ എക്സിറ്റ് ചെയ്ത് ഇവിടെ സെല്ലിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ പൊസിഷൻ മാറ്റിക്കൊണ്ടിരുന്നാൽ മതി. അവിടെ നിന്ന് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, 2.86% താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിഫ്റ്റി 500 സ്റ്റോക്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ F&O സ്റ്റോക്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലെവൽസിൽ നിന്ന് നമുക്ക് അധികം ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിഫ്റ്റി 500 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകളിൽ ആ ഒരു ലെവൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ 1%-2% മുകളിൽ മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. പിന്നെ എയറീസ് ആണ്. അപ്പോൾ എയറീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് വലിയൊരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. വലിയ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു സെല്ലാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കാരണം ആ താഴെ ഒന്ന് സെല്ല്, പക്ഷേ അതിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എൻട്രി. പിന്നെ അത് അധികം മുകളിലേക്ക് കയറി പോയിട്ടില്ല. ആ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം 0.5% കയറി പോയിട്ടുള്ളൂ. പിന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എൻട്രി ഇവിടെ ഐറിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ആ എൻട്രി പിന്നെ ട്രേഡ് ചെയ്യേണ്ട. മൂന്നാമത്തെ എൻട്രി നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മാക്സിമം 2 എൻട്രി എടുത്താൽ മതി ഒരു സ്റ്റോക്കിൽ. പിന്നെ അടുത്ത് IIFL ആണ്. അപ്പോൾ IIFL നമുക്കിവിടെ കാണാൻ സാധിക്കും ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. 9.15 ക്യാൻഡിൽ നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്തു, താഴെ ക്ലോസ് ചെയ്തു. നമുക്ക് സെല്ലാണ്. പക്ഷേ അടുത്ത ക്യാൻഡിലൂടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ബൈ വന്നു. ആ ഒരു ബൈ ഏകദേശം 1% മുകളിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ചെറിയ ലോസ് നമുക്കിവിടെ മേക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അടുത്ത് CGCയിലാണ്. ഇപ്പോൾ CGCയിൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെയാണ് സെല്ല് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു 234.10 ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്തു, റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അവിടെ നിന്ന് ഒരു സെല്ലിൽ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വന്നിട്ട് ഏകദേശം 3% മുകളിൽ മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ പോയിൻറ്റ്സ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് 1% എടുത്ത് വരുമ്പോൾ നമുക്കത് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം തന്നിരുന്നത് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി. ഇനി അടുത്ത ദിവസത്തെ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ലിസ്റ്റിലെ കുറച്ച് സ്റ്റോക്സുകൾ നാളെയും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് ഉള്ള സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റോക്സ് ടെന്നിക്കോ ആണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് വരുന്നത് 551, 525 ആണ്. നമ്മുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടുന്ന് ബൈ ട്രെൻഡ് ആണ്. അതല്ല ആ ലെവൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ ട്രെൻഡ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്യാൻഡിൽ ബൈ വന്നു, പിന്നെ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ എക്സിറ്റ് ചെയ്ത് സെല്ലിലേക്ക് പോകണം. അപ്പോൾ നല്ല മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള സ്റ്റോക്സുകളാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് വരുന്നത് 514.95, 501 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ തരുന്ന ലെവൽസൊക്കെ ചാർട്ട് ഓപ്പൺ ചെയ്ത് എല്ലാ ലെവൽസ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അലർട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് അലർട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നതാണ്. പിന്നെ അടുത്തത് മെട്രോപോളിസസ് ആണ്. അപ്പോൾ ഇത് ഇന്നലെ തന്ന സ്റ്റോക്ക് തന്നെയാണ്. 577, 562, 35 സെയിം ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സെയിം സ്ട്രാറ്റജിയാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് വാച്ച് ചെയ്യുക. പിന്നീട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നാണ് EID പാരി. അത് 783.20, അതുപോലെ 811.75 ഈ 2 ലെവൽസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വാച്ച് ചെയ്തേക്കാം. ഇപ്പോഴത്തെ എയറീസ് ആണ്. അപ്പോൾ ഇതും കഴിഞ്ഞ ദിവസം തന്ന സ്റ്റോക്ക് തന്നെയാണ്. 134.75, 130.50. ഓക്കെ, ഇപ്പോൾ എയറീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സെല്ലിങ് നല്ലതെന്ന് തോന്നുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് CGCL ആണ്. അപ്പോൾ CGCL 234.10, 242.50 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്തേക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് നമുക്കൊരു സെൽ ചാൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റോക്സ് ബൺസൽ വയർ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് 325, 312.70 ആണ്. അപ്പോൾ ഈ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ശാന്തി ഗോൾഡ് ഇൻ്റർനാഷണൽ ആണ്. ഇതിൻ്റെ ലെവൽസ് വരുന്നത് 234.70, 220.70 ആണ്. പിന്നെ അടുത്ത് ഓറിയൻ ഇലക്ട്രിക് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് വരുന്നത് 188.30, അതുപോലെ 181.80 ആണ്. പിന്നെ ആവാസ് ആണ്. 1434, അല്ല 1472 ആണ് അതിൻ്റെ ലെവൽസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഗ്രീൻ ലാം ആണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെയാണ്. 252.70, 240.90. ഇത്തരം സ്റ്റോക്സുകളാണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അലർട്ട് വേണമെങ്കിൽ നമുക്ക് അലർട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽസ് ആ ലെവൽസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ബൈയിലേക്ക് പോകാം. താഴേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലിലേക്ക് പോകാം. ഇന്ന് ഇതുപോലെ നല്ല വലിയൊരു ക്യാൻഡിലൊക്കെയാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ചെറിയ നല്ല രീതിയിലുള്ള ക്യാൻഡിലെങ്കിൽ ഓക്കെയാണ്. പക്ഷേ 2%, 1%-ന് മുകളിലുള്ള വലിയൊരു ക്യാൻഡിലൊക്കെ വരാണെങ്കിൽ നമ്മളൊന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.